കല്ലറ തുറക്കാനുള്ള നടപടികൾക്കായി പുലർച്ചെ 5 മണിയോടെ പോലീസ് ഉദ്യോഗസ്ഥർ ആറാലുംമൂട്ടിലെ വീട്ടിലെത്തി. ഹൈക്കോടതി ഇടപെടലിന് പിന്നാലെ കനത്ത പോലീസ് സന്നാഹത്തിലായിരുന്നു കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്തത്. ഒരാഴ്ചയായി തുടരുന്ന വിവാദങ്ങൾക്കൊടുവിൽ സമാധാനപരമായാണ് ഈ നടപടികളാകെ പൂർത്തീകരിച്ചത്. രാവിലെ 5 മണി ആദ്യ പോലീസ് സംഘം നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ കല്ലറയ്ക്ക് സമീപത്തേക്ക് 5:30 ഫോറൻസിക് സംഘവും എത്തി. നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയും തിരുവനന്തപുരം സബ് കളക്ടർ OV ആൽഫ്രഡും എത്തിയതോടെ 7:15 കല്ലറ പൊളിക്കാനുള്ള നടപടികൾ തുടങ്ങി. നമ്മൾ അവിടെ ചെന്നിട്ട് ആരംഭിക്കുന്നതായിരിക്കും, നിയമപരമായ കാര്യങ്ങൾ ആരംഭിക്കുന്നതായിരിക്കും. കനത്ത പോലീസ് ബന്ദോബസ്തിലായിരുന്നു ഇതെല്ലാം. കുടുംബാംഗങ്ങൾ ഇന്ന് പ്രതിഷേധിച്ചതുമില്ല. 7:30 കല്ലറയിൽ മൃതദേഹം കണ്ടെത്തി. കഴുത്തറ്റം ഭസ്മം മൂടിയ നിലയിലായിരുന്നു. മൃതദേഹം കാര്യമായി അഴുകിയിരുന്നില്ല. ചമ്മം പൂട്ടി ഇരിക്കുന്നതായിട്ടാണ് കണ്ടത്. ഭസ്മം മാത്രമേ കാണാൻ പാടുള്ളൂ. പിന്നെ കർപ്പൂരം ഉണ്ടായിരുന്നു, കർപ്പൂരിന്റെ സ്മെല്ലുണ്ടായിരുന്നു. കല്ലറയിൽ നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് വിശദമായ പരിശോധന നടത്തി. ഫോറൻസിക് സംഘം വസ്തുതകൾ ശേഖരിച്ചു. 7:35 ഇൻക്വസ്റ്റ് നടപടികൾ. ശരീരത്തിൽ മുറിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. 8:30 മൃതദേഹം പ്രദേശത്ത് നിന്നും പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു. തിരുവനന്തപുരം. ഏതാണ്ട് ഇന്ന് പുലർച്ചെ 5 മണി മുതൽ ഈ സമയം വരെ നടന്ന വിവരങ്ങളുടെ വിശദാംശങ്ങളാണ് നമ്മൾ കണ്ടത്.